ടെസ്റ്റാണ്. നമുക്കുള്ള 6 ഇങ്ങനത്തെ ബീക്കേഴ്സ് ഉണ്ട്. ഇതിലേക്ക് 6 1 ലിറ്റേഴ്സ് വെച്ചിട്ട് വാട്ടർ എടുക്കാം. വാട്ടർ സാമ്പിളാ അത് അവർക്ക് ഇതിരിക്കും. അത് 1 ലിറ്റേഴ്സ് വെച്ചിട്ട് ഇതിലേക്ക് എടുക്കാം. 1 ലിറ്റർ അല്ലല്ലോ 1 ലിറ്റർ സാമ്പിൾ നമ്മൾ 1 ലിറ്റേഴ്സ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് 1 ഗ്രാം ആലം വെയിറ്റ് ചെയ്തിട്ട് അതിനെ ഒരു 100 ml ഒരു ഫ്ലാസ്ക് എടുക്കാം. ഫ്ലാസ്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ടെസ്റ്റിൽ 100 ml വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഈ 1 ഗ്രാം ആലം അതിലേക്ക് കുറച്ച് വെള്ളം ഡിസോൾവ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ അതിനെ ഈ 100 ml മേക്കപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചല്ലോ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബീക്കറിലേക്ക് വെച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിന് ഇങ്ങനെ നമ്മൾ 6 നിരത്തി വെച്ചിട്ടുണ്ട് 1 ലിറ്റേഴ്സ്. അപ്പോൾ ആദ്യത്തേക്ക് ഈ സംഭവം 1 ml ഒഴിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോൾവെന്റ് നമ്മളിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് മേക്കപ്പ് ചെയ്ത് ആലത്തിന്റെ സോൾവെന്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് 1 ml എടുത്തിട്ട് ഈ ആദ്യത്തെ 1 ലിറ്ററിലേക്ക് 1 ml എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ മറ്റേ സാധനത്തിന് ഇങ്ങനത്തെ സാധനമല്ലേ? ഇതിൽ നിന്ന് 1 ml എന്ന് പറയുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് 9 വരെ. അപ്പോൾ 1 ml എടുത്തിട്ട് ആദ്യത്തേക്ക് ഇട്ടു. 2 ml എടുത്തിട്ട് രണ്ടാമത്തേക്ക് 3 ml 4 ml 5 ml 6 ml അങ്ങനെ ഇതിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് നമ്മളിതിനെ ഈ മെഷീനിൽ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 1 മിനിറ്റ് 100 RPM വേണം ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. സ്റ്റാർട്ടായിട്ട് 1 മിനിറ്റ് എടുത്തിട്ടുണ്ടല്ലേ? ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 1 മിനിറ്റ് 100 RPM ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാൽ അതിനെ 30 to 40 RPM കുറച്ചിടാം. ഇവിടെ അതെന്താ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് കുറച്ചിടുക. അത് അരമണിക്കൂർ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഇതിനെല്ലാം ഇറക്കി ഇവിടെ നിരത്തി വെച്ചു. മെഷീനോട് ഓഫ് ആക്കുക അതറിയില്ല, അതെന്തായാലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അരമണിക്കൂർ നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മിനിറ്റ് 600 RPM, പിന്നെ അരമണിക്കൂർ 32, പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സംഭവമൊക്കെ താഴെ വന്ന് സസ്പെൻഡ് ചെയ്തിട്ട് മുകളിൽ ക്ലിയർ ആയിട്ട് കിടക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ക്ലിയർ ആയിട്ടുള്ള സംഭവം നമ്മൾ 25 ml ഓരോന്നിനും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ ബീക്കേഴ്സിലേക്ക് എടുക്കാം. അപ്പോൾ 6 ബീക്കേഴ്സ് നമുക്ക് കിട്ടുമല്ലോ. അതിനെ പോയിട്ട് എർബിഡിറ്റി ചെക്ക് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ഓരോ ബീക്കർ. അപ്പോൾ ആദ്യത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാം. പിന്നെ കുറഞ്ഞ് വരും എർബിഡിറ്റി വാല്യൂസ്. ഓക്കെ, ആദ്യത്തിന് കൂടുതൽ വരുന്നല്ലേ?